തലസ്ഥാനത്ത് നിന്ന് നെടുമങ്ങാട്ടെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയ്ക്ക് ശേഷം തൊട്ടു പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയും ഒരു കുടുംബത്തിലെ 4 കുട്ടികൾ അനാഥരായി പോയി നിൽക്കുന്ന വാർത്തയുമാണ് ഇപ്പോൾ എല്ലാവർക്കും സങ്കടമായി മാറുന്നത്. ഇപ്പോൾ തലസ്ഥാനത്തെ നടുക്കിയ നാലാഞ്ചിറ കൊലപാതകത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഹസീന ബീബി വധക്കേസിലെ പ്രതിയായ ഭർത്താവ് സുരേഷ് കുമാറിനെ തമിഴ്നാട് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതോടെ ഇവരുടെ 4 കുട്ടികളാണ് ഇപ്പോൾ അനാഥരായി മാറുന്നത്. ഓരോ ദുരൂഹ സാഹചര്യത്തിലും കൃത്രിമത്വം കാണിച്ചുമൊക്കെ ജീവിച്ച മാതാപിതാക്കൾക്ക് അറിയണ്ടല്ലോ അനാഥരായി ജീവിക്കുന്ന ആ കുട്ടികളുടെ പ്രയാസം. അവരെക്കുറിച്ച് ആലോചിക്കാത്ത ഒരു നിമിഷം തന്നെയാണ് ഈ പിതാവിന് ഇങ്ങനെ ചെയ്യാൻ തോന്നിയതെന്നും എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ കടുത്ത രീതിയിലേക്ക് ഒരു വിഷയം മാറുകയും ചെയ്യുന്നതെന്ന് പറയാം. ഭാര്യയെ അതിക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം കാറിൽ തന്നെ രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസ് വലവിരിച്ചിരിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ ചിദംബരത്തുള്ള റെയിൽവേ ട്രാക്കിലാണ് സുരേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോകാൻ ഇയാൾ ഉപയോഗിച്ച കാർ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ച നിലയിലും പോലീസ് കണ്ടെടുത്തു. ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച് ദാരുണമായ ഈ കൊലപാതകം അരങ്ങേറിയത്. നാലാഞ്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഹസീന ബീവി എന്ന 40 വയസ്സുകാരി യുവതിയെ സുരേഷ് കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു. 8ഉം 9ഉം വയസ്സുള്ള സ്വന്തം മക്കളുടെ കൺമുമ്പിൽ വച്ചായിരുന്നു ഈ അരുംകൊല സംഭവിച്ചത്. കുട്ടികളുടെ അലറിക്കരച്ചിലും അവരുടെ ബഹളവും കേട്ടാണ് നാട്ടുകാരെല്ലാം വിഷയത്തെക്കുറിച്ച് അറിയുന്നത്. വീട്ടിലെ ബാക്കി എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് സുരേഷും ഹസീനയും തമ്മിൽ വീണ്ടും വഴക്കുണ്ടായത്. ഹസീനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സുരേഷിന്റെ അനാവശ്യ ആരോപണമായിരുന്നു വഴക്കിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ. തർക്കത്തിനിടെ കിടപ്പുമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഹസീന വീടിന്റെ മുകൾ നിലയിൽ മുറിയിലേക്ക് മാറി കട്ടിലിലേക്ക് കിടന്നു. വഴക്കിനെ തുടർന്ന് സുരേഷ് ഹസീനയെ കട്ടിലിൽ ബലമായി അമർത്തിപ്പിടിച്ച് കത്തികൊണ്ട് കഴുത്തിറുക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് അവിടെയുള്ളവർ തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഹസീനയുടെ കഴുത്തിൽ ഇടതുഭാഗത്തായി തന്നെ പകുതിയോളം ആഴത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. കഴുത്തിലെ എല്ലുകൾ വരെ മുറിഞ്ഞിട്ടുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായത്. ഇതിനു പുറമെ ഹസീനയുടെ നെഞ്ചിലും ഇയാൾ ഒരു തവണ ആഞ്ഞു കുത്തിയിറക്കി. ഈ മുറിവും അതീവ മാരകമാണെന്നും ഇതാണ് പെട്ടെന്നുള്ള മരണത്തിന് കാരണമെന്നതും ഡോക്ടർമാർ സ്ഥിരീകരിച്ചു പറഞ്ഞു. ക്രൂരമായ കൊലപാതകത്തിന് ശേഷം സുരേഷ് വീട്ടിൽ നിന്നും 15,000-ഓളം രൂപയുമായിട്ട് ഒളിവിൽ പോയി. നാലാഞ്ചിറയിൽ നിന്നും തമ്പാനൂർ കടന്ന് നേമം ജംഗ്ഷൻ വരെ തന്നെ എത്തുകയും അതുപോലെ സുരേഷിന്റെ കാർ പോയതിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് സൂചന ലഭിച്ചു. ഒളിവിൽ പോകുന്നതിനിടെ പോലീസിനെ കബളിപ്പിക്കാനും ഇയാൾ ബുദ്ധിപൂർവ്വം ശ്രമിച്ചു. തന്റെ മൊബൈൽ ഫോൺ കരമനയ്ക്ക് സമീപമുള്ള കിള്ളിപ്പാലത്തെ ഒരു ഹോട്ടലിനടുത്ത് ഉപേക്ഷിച്ച ശേഷമാണ് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നത്. ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് ഇയാളുടെ നീക്കം. എന്നാൽ കാർ ബാലരാമപുരത്ത് ഉപേക്ഷിച്ച് ട്രെയിൻ മാർഗം തമിഴ്നാട്ടിൽ കടന്ന സുരേഷ് അവിടെ വച്ച് ട്രെയിനിൽ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ അറിയാൻ സാധിക്കുന്ന കാര്യം.